പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വിജയം കൊടുത്ത ആളുകളുടെ ജീവിതത്തിൽ 5 അടയാളങ്ങൾ കാണാൻ പറ്റും. ഈ 5 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും വിജയം സഅദത്ത് ഉറപ്പാണ്. എന്നാലോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കീറി വരുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്, 5 അടയാളങ്ങൾ. അതുണ്ടെങ്കിൽ പരാജയം ഉറപ്പാണ്. അപ്പോൾ വിജയികളുടെ കൂട്ടത്തിൽ പെടാൻ 5 അടയാളങ്ങൾ നമുക്ക് വേണ്ടേ? ഏതാ 5 അടയാളങ്ങൾ അറിയണ്ടേ? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു നീക്കി തരട്ടെ. അള്ളാഹു ആഖിബത്ത് നന്നായ ആളുകളിൽ നമ്മയൊക്കെ അള്ളാഹു ചേർത്തി തരട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോക ജീവിതത്തിൽ ചില നിഅമത്തുകൾ നമ്മുടെ മുമ്പാകെ തുറന്നു വെക്കും. ആ നിഅമത്തുകൾ നമുക്ക് കിട്ടിയാൽ തീർച്ചയായും നമ്മൾ വിജയികളിൽ സഅദത്തിൻ്റെ ആളുകളിൽ പെടാൻ കഴിയും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ ഹദീസിനെ ഓരം ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉലമാക്കൾ, മഹാന്മാരായ അയിമ്മത്തുകൾ ഒരു വിശ്വാസിക്ക് വിജയിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ എല്ലാം ലൈഫിൽ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് റാഹത്തുണ്ടാക്കുന്ന വലിയ വലിയ സംഗതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, വലിയ ജ്ഞാനിയാണ്, വലിയ സൂഫിയാണ്, വലിയ മഹാനാണ്. ആ ഫുളൈൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഖംസത്തും മിനസ് സഅദ, 5 കാര്യം തീർച്ചയായും പ്രിയപ്പെട്ടവരെ വിജയത്തിൻ്റെ അടയാളമാണ്. 5 കാര്യം വിജയം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം വിശദീകരിച്ചു പറയേണ്ട ഭാഗമാണ്. 5 കാര്യങ്ങൾ ഒരാൾക്കുണ്ടോ, 5 കാര്യങ്ങൾ എനിക്കുണ്ടോ, തീർച്ചയായും ഞാൻ സഅദത്തിൻ്റെ വിജയത്തിൻ്റെ ആളുകളിൽ പെടാൻ ഭാഗ്യം ലഭിച്ചവരാണ്. എന്നിട്ട് അദ്ദേഹം എണ്ണി പറയുന്നു, അൽ യഖീനു ഫിൽ ഖൽബി, ഹൃദയത്തിൽ യഖീൻ ഉണ്ടാവുക, ഹൃദയത്തിൽ ഉറപ്പുണ്ടാവുക, അത് തീർച്ചയായും സഅദത്തിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ്. ഹൃദയത്തിൽ യഖീൻ ഉണ്ടാവുക. ഇപ്പം ഈമാൻ ഇപ്പോൾ പരിശോധിച്ചാൽ ഞങ്ങളെല്ലാം ഈമാനിൻ്റെ ആളുകളാണ്, ഈമാനിൻ്റെ വക്താക്കളായി വലിയൊരു സംഘത്തെ തന്നെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ, നമ്മൾ ഉൾപ്പെടെയുള്ള. എന്നാൽ ഈമാൻ യഖീനാകുമ്പോഴോ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അവിടെയാണ് പവർ വരുന്നത്. ഈമാൻ യഖീനാകണം, യഖീൻ തീർച്ചയായും ഉറച്ച ഈമാൻ ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലം, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ഖൽബിൽ യഖീൻ ഉണ്ടാകുക, ഒരു ഉറപ്പ് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് വിജയം പ്രാപിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു അടയാളമാണ്. ഖൽബിൽ ഒരു സംശയം വരിക, ശക്ക് വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പരാജയമാണ്. സംശയം വരെ വസ്വാസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിന്തപരമായ, ഈമാനികമായ പല വസ്വാസുകളും, വിശ്വാസപരമായ വസ്വാസുകളും എല്ലാം കയറി വരുന്നുണ്ട്. യഖീൻ നമുക്ക് വരുന്നില്ല. പലരും ചോദിക്കാറുണ്ട്, അൻവാർ ഫജറിൻ്റെ കുടുംബത്തിലെ ഉസ്താദേ, നിങ്ങൾക്കൊരു യഖീൻ വരുന്നില്ല, പലപ്പോഴും വസ്വാസുകൾ വരികയാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ തീർച്ചയായും കേട്ടു മനസ്സിലാക്കേണ്ട ഒരു ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഒരു കാരണവശാലും തീർച്ചയായും വസ്വാസ് അത് ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ അമ്പാണ്, നമ്മളെ പരാജയപ്പെടുത്തി കളയാൻ. വസ്വാസിൽ നിന്ന്, ഇബ്ലീസിൻ്റെയും ജിന്നുവർഗത്തിൻ്റെയും മനുഷ്യവർഗത്തിൻ്റെയും വസ്വാസിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. ഖുർആൻ അത് കംപ്ലീറ്റഡ് ആക്കുന്നത് ഈ പരിശുദ്ധമായ വാക്കുകൊണ്ടാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ജിന്നുവർഗത്തിൽപ്പെട്ട, ഇൻസുവർഗത്തിൽ, മനുഷ്യവർഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെ വസ്വാസിനെ തൊട്ടും അല്ലാഹുവേ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നാണ്. കണ്ടോ,
ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ്, അങ്ങനെ പറയാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വസ്വാസുകൾ അത് യഖീനിൻ്റെ ഓപ്പോസിറ്റാണ്. വസ്വാസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഉലമാ പറഞ്ഞിട്ടുള്ളത്, മഹത്തുക്കളായ പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത്, ഹൃദയത്തിൽ ഈമാനികമായ വസ്വാസ് ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ, ലേഖനങ്ങൾ, ഇതൊന്നും കമൻറ്റുകളൊന്നും നമ്മൾ വായിക്കാനോ ബന്ധപ്പെടാനോ പാടില്ല. കാരണം നമുക്ക് യഖീനായിട്ടില്ല. അപ്പോൾ വസ്വാസ് പെട്ടെന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് ആളുകൾ പ്രിയപ്പെട്ടവരെ യഖീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ യഖീനിലേക്ക് വരാതെ നഷ്ടപ്പെട്ടു പോയ ആളുകൾ, ഈമാൻ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. കാരണം ഈമാൻ യഖീനായിട്ടില്ല, വസ്വാസികൾ കയറി വന്നു, അങ്ങനെ പരാജയപ്പെട്ടു. അപ്പോൾ ഹൃദയത്തിൽ ഖൽബിൽ യഖീൻ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്? അത് സഅദത്തിൻ്റെ അടയാളമാണ്. യഖീൻ വരാൻ എന്താ മാർഗം? യഖീൻ വരാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദിക്റുകൾ അതിൻ്റെ മാർഗമാണ്. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ സുഹ്ബത്ത് അതിൻ്റെ മാർഗമാണ്. സ്വാലിഹീങ്ങളുമായി, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുമായി, ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളുമായിട്ടുള്ള നമ്മുടെ കോണ്ടാക്റ്റിംഗ്, നമ്മുടെ ബന്ധം, നമ്മുടെ പ്രസൻസ്, അത് ഖൽബിൽ യഖീൻ വരും. അവർ ചിലപ്പോൾ ഒന്നും നമ്മളോട് പറഞ്ഞോളണമെന്നില്ല, അവരുടെ പ്രസൻസിലൊന്ന് ചെന്നിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഖൽബിലേക്ക് ഒരു യഖീൻ വരാൻ തുടങ്ങും, ഒരു ഉറയ്ക്കാൻ തുടങ്ങും, ഈമാനൊക്കെ ഉറയ്ക്കും. അപ്പോൾ ഏതായിരുന്നാലും യഖീൻ ഖൽബിലുണ്ടാവുക അത് തീർച്ചയായും സഅദത്തിൻ്റെ വിജയത്തിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. മറ്റൊന്ന് വൽ വറഅ ഫിദ്ദീൻ, ദീനിൽ സൂക്ഷ്മത ഉണ്ടാവുക. ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷിക്കുന്ന, കെയർ ചെയ്യുന്നൊരവസ്ഥ അത് തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിയാൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു വലിയ പ്രതിജ്ഞയുണ്ട്. എന്താ പ്രതിജ്ഞ? അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്. അത് വജ്ഹത്തുൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ പ്രവർത്തനം, എൻ്റെ പ്രവർത്തനം അത് കാണിച്ചു തരുകയാണ്. അത് വജ്ഹത്തുൽ മാത്രം പറയുന്ന ഒരു പ്രഖ്യാപനമാണ്. നിസ്കാരം കഴിഞ്ഞതോടുകൂടെ പിന്നെ അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്. ആ ഒരു വർത്താനില്ല, ആ ഒരു പ്രാക്ടിക്കൽ തലമില്ല നമുക്ക്. ആ ഒരു തിയറി രാവിലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിസ്കാരത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അള്ളാഹുവിനനുസരിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അവസ്ഥയിലല്ല, സൂക്ഷ്മതയില്ല. ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എനിക്ക് ഈമാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ കുടുംബത്തിലെ പെരുമാറ്റങ്ങളിൽ, എൻ്റെ വീട്ടിലെ പെരുമാറ്റങ്ങളിൽ, സമൂഹത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ, സാമുദായികമായ പെരുമാറ്റങ്ങളിൽ, എൻ്റെ വീട്ടിലെ വിവാഹ ചടങ്ങുകളിൽ എന്തുണ്ടാകണം? ദീനിൽ സൂക്ഷ്മതയുണ്ടാകണം. ആധുനിക ലോകത്ത് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും കൂടുതൽ തളരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മുസ്ലിം കുടുംബത്തിലെ വിവാഹങ്ങൾ, നിക്കാഹുകൾ, കല്യാണ ചടങ്ങുകൾ. എത്ര വേദനാജനകമാണ്. തലേ ദിവസം വലിയ ബുർദായുടെ വരികൾ പാടിക്കൊണ്ടും മൗലിദിൻ്റെയും പരിശുദ്ധമായ ദ്വാകളുടെയും സദസ്സുകൾ സംഘടിപ്പിക്കുക. തലേ ദിവസം പിറ്റേ ദിവസമോ പ്രിയപ്പെട്ടവരെ, ഏറ്റവും മോശകരമായി ഒരു മുസ്ലിമായ മനുഷ്യനെ കയറി ചെല്ലാൻ പോലും, എൻട്രൻസ് കടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഏറ്റവും മോശപ്പെട്ട ഹറാമുകൾ കൊണ്ടാണ് കവാടങ്ങൾ പോലും കടന്നു പോകേണ്ടി വരിക എന്ന് പറയുന്ന വളരെ മോശപ്പെട്ട, അവർ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കൈ കണക്കില്ല, ചെയ്തു പോയ ഹജ്ജ് ഉംറകൾക്ക് കൈ കണക്കില്ല. പക്ഷേ ഇത്തരം ഒരു ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന നിക്കാഹ്, ആ കർമ്മത്തിൽ പോലും ദീനിനോട് യാതൊരു സൂക്ഷ്മതയുമില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് സഅദത്തിൻ്റെ പുറത്താണ്, വിജയത്തിൻ്റെ പുറത്താണ്. ഒരാൾ വിജയിയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം, സൂചന എന്ന് പറയുന്നത്, അതിന് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ? ദീനിൽ സൂക്ഷ്മത ഉണ്ടാവുക, ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്തൊന്നും വേണ്ട. കാലഘട്ടം അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെയല്ലേ, ഞാനും അങ്ങനെയാകുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അത് ശഖാവത്താണ്, അത് പരാജയമാണ്, ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ദീനിൻ്റെ കാര്യങ്ങളെല്ലാം നിസ്കരിക്കുമ്പോൾ റക്അത്ത് തെറ്റാതെ നോക്കണം, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണം. അതല്ല ദീനിൻ്റെ സൂക്ഷ്മത എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, നിസ്കാരത്തിൻ്റെ സൂക്ഷ്മതയാണ്. ദീനിൻ്റെ സൂക്ഷ്മത ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും ദീൻ വേണം. അവിടെ എല്ലാം ഞാൻ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ വൽ വറഅ ഫിദ്ദീൻ, ദീനിൽ സൂക്ഷ്മത. കേട്ടോളൂ, മൂന്നാമത്തത് കേട്ടോളൂ. വസ്സുഹുദു ഫിദ്ദുനിയ, ദുനിയാവിൽ സുഹദ്, പരിത്യാഗം. ദുനിയാവ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോക്കാൻ നമുക്ക് പറ്റൂല, സാഹിര്യങ്ങളെ പോലെ. പിന്നെന്താ?
എല്ലാം കുടുംബമുണ്ട്, ജോലിയുണ്ട്, കച്ചവടമുണ്ട്, വരുമാനമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. ആ ഉള്ളതിലേക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, അതിലേക്ക് കൂടുതൽ അങ്ങോട്ട് ഇടുകി ചേർന്നിട്ട് എന്തെങ്കിലും ചെറിയ നഷ്ടം വരുമ്പോഴേക്ക് തകർന്ന് തരിപ്പണാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചില്ലറ ലാഭത്തിന് വേണ്ടി ദീൻ കളയുന്ന അവസ്ഥ, ഇതൊന്നും ഉണ്ടാവില്ല. അസ്സുഹുദു ഫി ദുനിയ, ദുനിയാൽ പരിത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനിടയിലും ജീവിക്കുന്നുണ്ടെങ്കിലും ഒന്നിലേക്കും അങ്ങോട്ട് ഇടുകിച്ചേരുന്നില്ല. ഇത് ദുനിയാവാണ്. നഷ്ടങ്ങൾ സംഭവിച്ചാലും ലാഭങ്ങൾ കിട്ടിയാലും, ലാഭം കിട്ടുമ്പോൾ വല്ലാത്ത പെരുത്തു സന്തോഷം കയറി വരുന്നില്ല, നഷ്ടം വരുമ്പോൾ ഭയങ്കരമായ ടയർഡാകുന്നില്ല. കാരണം ദുനിയാവാണ്, നഷ്ടത്തിൻ്റെയും ലാഭത്തിൻ്റെയും ലോകമാണ്. അതുകൊണ്ട് ദുനിയാവിലേക്ക് ഒരുപാട് ഇഴുകി ആഴ്ന്നിറങ്ങുന്ന അവസ്ഥ അതുണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ദുനിയാവുമായി ഒരു മറയിട്ട ബന്ധം, അത് ഖൽബിൻ്റെ വലിയൊരു മൂടാണ്. ആ അവസ്ഥ അത് സഅദത്തിൻ്റെ അടയാളമാണെന്നാണ് മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. വിശദീകരിക്കേണ്ട ഭാഗമാണ്, വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ പറയുന്ന 5 സഅദത്തിൻ്റെ അടയാളങ്ങളിൽ മൂന്നാമത്തെ അടയാളം പ്രിയപ്പെട്ടവരെ അസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിലെ പരിത്യാഗമാണ്. ഈ നാലാമത്തെ അടയാളം കേട്ടോളൂ. വൽ ഹയാഉ, ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജ എന്ന് പറയുന്നത് തീർച്ചയായും അത് ദീനിൻ്റെ ഈമാനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അൽ ഹയാഉ മിനൽ ഈമാൻ, ഹയാ ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ആണിന് ആണിൻ്റേതായ ലജ്ജ വേണം, പെണ്ണിന് പെണ്ണിൻ്റേതായ ലജ്ജ വേണം. എല്ലാ ആണുങ്ങളും നഖം കടിച്ച് ഇങ്ങനെ നാണം കുണിയായിട്ട് അങ്ങനെ പെണ്ണുങ്ങളെ പോലെ അതല്ല ഈ പറയുന്നത്. ആണുങ്ങൾക്ക് ആണുങ്ങളേതായ നാണം വേണം. ആ ഒരു നാണവും മാനവും കീപ്പ് ചെയ്യുന്ന അവസ്ഥ ഈമാനുണ്ടെങ്കിലേ പറ്റൂ. അല്ലാതെ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ എവിടെയാണ് ലജ്ജയുള്ളത്? എവിടെയാണ് നമുക്ക് ലജ്ജയുള്ളത്? ഒരു മാന്യമായ ഡ്രസ് കോഡ്, ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യമായ വസ്ത്രം അല്ലേ? ഒരു ലജ്ജയുള്ള മനുഷ്യൻ്റെ ഡ്രസ്സിങ് കണ്ടാൽ അറിയാം അവർക്ക് ലജ്ജയുണ്ട്. ഇപ്പോൾ പാൻറ് ഷർട്ടാണെങ്കിൽ പോലും എത്ര ലജ്ജാവഹമായിട്ടാണ് പ്രിയപ്പെട്ടവരെ, എത്ര മോശമായിട്ടാണ് വസ്ത്രധാരണ രീതി വരുന്നത്. ഇപ്പോൾ ഒരു ഫാഷനൊക്കെ ഇപ്പോൾ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ഇപ്പോഴും ചിലരൊക്കെ അതിനെ തുടർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് പാൻസ് ഒരുപാട് ഇറക്കി ഇങ്ങനെ ഇട്ടിട്ട് അത് ഏകദേശം ഒരു 3/4 ഭാഗം ഊരിപ്പോയ അവസ്ഥയിലാണ് കാണുന്നത്. ആലോചിച്ച് നോക്കി. അവൃത്തുകൾ പോലും കൃത്യമായിട്ട് മറയ്ക്കപ്പെടാത്തൊരവസ്ഥ പുരുഷന്മാരിൽ പോലും. ലജ്ജാവഹമാണ്, ഹറാമാണ് എന്നുള്ള വിഷയം മാത്രമല്ല, ലജ്ജയുള്ള ഒരാൾക്കൊരു മാന്യന് അത്തരം വസ്ത്രവിധാനങ്ങൾ പറ്റില്ല. ലജ്ജയുള്ള മാന്യനായൊരു മനുഷ്യൻ അവനൊരു ഹെയർ കട്ടിങ്, അതിനൊരു മാന്യതയുണ്ട്, ഒരു മര്യാദയുണ്ട്. ആ മര്യാദയില്ലാതെ ജനങ്ങൾ മുഴുവനും, മുഅ്മിനീങ്ങൾ മുഴുവനും വെറുക്കുന്ന തരത്തിൽ ഹെയർ കട്ട് ചെയ്യുക, മുടി കട്ട് ചെയ്യുക, ഒരു ഭാഗം 2 സൈഡ് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പൊന്തക്കാട് പോലെ, എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. ലജ്ജയില്ലാത്തതിൻ്റെ അടയാളമാണ്. അത് ഹറാമാണ് എന്ന് മാത്രം പറഞ്ഞു പോയാൽ പോരാ, അത് ലജ്ജയുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ല. അങ്ങനെ എന്തും അങ്ങനെയാണ്. അപ്പോൾ ലജ്ജ എന്ന് പറയുന്ന ഈമാൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുണ്ടാകുമ്പോഴാണ് വിശ്വാസിക്ക് വിജയിക്കാൻ കഴിയുന്നത്. അത് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ്. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ലജ്ജയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എപ്പോഴും ലജ്ജ കൃത്യമായിട്ട് കീപ്പ് ചെയ്യേണ്ടവരാണ്. ലജ്ജയുള്ളൊരു പെണ്ണിന് അന്യപുരുഷൻ്റെ മുന്നിലേക്ക് പോകാൻ കഴിയില്ല. ലജ്ജയുള്ളൊരു പെണ്ണിന് പ്രിയപ്പെട്ടവരെ ഔറത്ത് മറയ്ക്കാതെ ഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല. ലജ്ജയുള്ള ഒരു പെണ്ണിന് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുന്നിൽ അവരെ എല്ലാവരും നോക്കണം എന്ന ചിന്തയിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല. ലജ്ജയുള്ള ഒരു പെണ്ണ് അന്യപുരുഷൻ്റെ മുഖത്ത് നോക്കില്ല. ലജ്ജയുള്ള പെണ്ണുങ്ങൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ അടയാളം അങ്ങനെ കാണും. അതൊക്കെ സഅദത്തിൻ്റെ അടയാളമാണ്. ലജ്ജ ഹയ എന്ന് പറയുന്നത്. വൽ ഇൽമു, 5ാമത്തെ കാര്യം, സഅദത്തിൻ്റെ വിജയത്തിൻ്റെ 5ാമത്തെ കാര്യം എന്താ? വൽ ഇൽമു, ജ്ഞാനമാണ്, വിവരമാണ്, അറിവും തിരിച്ചറിവും. അത് യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ അറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നതും ശ്രമിക്കുന്നതും. നമ്മുടെ അൻവാർ എഫ്എസിൻ്റെ ക്ലാസ് എന്തിനാണ്? എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ, 20 മിനിറ്റ്, ഒരു 15 മിനിറ്റ് വെറുതെ അങ്ങനെ ഇങ്ങോട്ട് പോകട്ടെ, ഒരു ടൈം പാസിന് അങ്ങോട്ട് പോകട്ടെ, അതിനാണോ അൻവാർ എഫ്എസ്? അല്ല, നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനാണ്, ദീനിൻ്റെ കാര്യങ്ങൾ പറയാനാണ്. നമ്മൾ പഠിക്കുന്നതും ദീനുമായി ബന്ധപ്പെടുന്നതും മുഴുവനും ദീനിനെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠനങ്ങൾ എന്ന് പറയുന്നത് വിജയത്തിൻ്റെ അടയാളമാണ്. ഇവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, 5 മിൻ അലാമത്തി ശഖാ,
പരാജയത്തിൻ്റെ, ശഖാവത്തിൻ്റെ, തോൽവിയുടെ അടയാളങ്ങളിലൂടെ 5 പറയുന്നു. ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോവുക, ഒരാളോടും മയപ്പെടാൻ കഴിയുന്നില്ല, കരുണ കാണിക്കാൻ കഴിയുന്നില്ല, എല്ലാവരോടും പരിക്കൻ സ്വഭാവം, അവരോട് മിണ്ടാൻ, അവരെ കാണുമ്പോൾ നമുക്ക് ഒളിച്ചു നിൽക്കാൻ തോന്നുക, അവരെ കാണുമ്പോൾ നമ്മൾ പറ്റി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? അവർ കടുത്ത ഹൃദയരാണ്. അവർ നമ്മളെ മോശാക്കി പറയും, നമ്മളോട് ദേഷ്യപ്പെടും, തൊട്ടേനും പിടിച്ചവർക്ക് ദേഷ്യപ്പെടാം. ഹൃദയം കടുത്തതിൻ്റെ അടയാളമാണ്. അവർ തോറ്റുപോയത്, വാപ്പയാണെങ്കിലും ഭർത്താവാണെങ്കിലും എത്ര വലിയ കാരണവരാണെങ്കിലും തോറ്റുപോയെന്ന് മഹാനവറുകൾ പറയാം. അതേപോലെ തന്നെ ജുമൂദുൽ ഐൻ, കണ്ണീര് വരുന്നില്ല. ചില ആളുകൾ പറയും എനിക്ക് കരയാൻ കഴിയുന്നില്ല, ദുആ ചെയ്യുമ്പോൾ കരയാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതുമ്പോൾ കരയാൻ പറ്റുന്നില്ല, അള്ളാഹുവിൻ്റെ പാപങ്ങൾ ഓർത്ത് കരയാൻ പറ്റുന്നില്ല, തൗബ ചെയ്ത് നുളോളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും അത് ശഖാവത്തിൻ്റെ പരാജയത്തിൻ്റെ അടയാളമാണ്. അള്ളാഹു കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഖില്ലത്തുൽ ഹയാ, ലജ്ജ കുറവ്, നാണക്കുറവെന്ന് പറയുന്നത് പരാജയത്തിൻ്റെ അടയാളമാണ്. തീർച്ചയായിട്ടും തോൽവിയാണ്. അവർ വിജയിക്കില്ല, അവർക്ക് ഈമാനില്ല. വറഗബത്തു ഫി ദുനിയ, ദുനിയാവിലേക്ക് വല്ലാത്ത ആഗ്രഹം, അത് കച്ചവടമായാലും വാഹനമായാലും കുടുംബമായാലും എന്തായാലും ദുനിയാവിൻ്റെ കാര്യത്തിലേക്ക് ഭയങ്കരമായ അറ്റാച്ച്മെൻറ്റ്, അത് പരാജയത്തിൻ്റെ അടയാളമാണ്. വത്തൂലുൽ അമൽ, ഭയങ്കര വലിയ വലിയ ആഗ്രഹങ്ങൾ, വലിയ ആഗ്രഹങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ. വലിയ വലിയ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടുവെടുക്കുക, വലിയ വലിയ ആഗ്രഹങ്ങൾ കൊണ്ടുവെടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ആഗ്രഹങ്ങളല്ല, അങ്ങനെ വലിയ സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുന്ന അവസ്ഥ, അത് തീർച്ചയായിട്ടും ദുനിയാവിൻ്റെ വിഷയത്തിൽ അതൊന്നും ഉണ്ടാകാൻ പാടില്ല, അത് പരാജയത്തിൻ്റെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വിജയിക്കാൻ പോകുന്നു എന്നതിൻ്റെ 5 അടയാളങ്ങളാണ് പറഞ്ഞത്. പരാജയപ്പെടാൻ പോകുന്നതിൻ്റെ അടയാളങ്ങളും 5 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ വലിയൊരു വിജ്ഞാനമാണെന്ന് സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വിഭാഗം വിജയികളുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ ചേരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അവസരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل الجنة